ശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഇന്ന് ഈ രാത്രി കാലവും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇന്ന് പ്രയറിലും ഉൾപ്പെടെ ഈ കഴിഞ്ഞ 3 ആഴ്ചകളായി ഞാൻ സംസാരിക്കുന്ന വിഷയം, അതിനകത്തുനിന്ന് ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിച്ച വലിയ ഒരു അനുഗ്രഹത്തിന്റെ വചനങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷണം പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഭക്ഷിച്ച് പാനം ചെയ്യുക. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഈ വിഷയം തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം കർത്താവ് ഇച്ചിരൂടെ ലളിതമായിട്ട് ഇതിനകത്തുനിന്നൊരു ആത്മീയ അർത്ഥം നമ്മോട് പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളായിരിക്കണം. ഒരുപക്ഷെ ഇത് നമുക്ക് ആത്മീയമായ ഒരു ബലം നൽകുന്ന ഒരു ദൂത് തന്നെയാണ്. ഇവിടെ ഏലിയാവിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അനവധി പ്രസംഗങ്ങൾ നമ്മൾ ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏലിയാവ് ആരായിരുന്നു, അവന്റെ കുടുംബം എന്തായിരുന്നു, അവന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായ രേഖകളൊന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യാക്കോബ് അപ്പോസ്തലൻ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 900 വർഷങ്ങൾക്ക് ശേഷം ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ, ഇന്ന് പകൽ രാത്രികാലം എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ പോലെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന എന്നെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നുവെന്ന് ഏലിയാവിന്റെ കാലശേഷം ഏതാണ്ട് 900 വർഷങ്ങൾക്ക് ശേഷം വെളിപ്പാടിൽ ലേഖകനായ യാക്കോബ് എഴുതിയിട്ടുണ്ട്. അപ്പോ അവന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് നന്നായിട്ട് അറിയത്തില്ലെങ്കിലും നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ദൈവവീക പുരുഷനായിരിക്കുന്ന ഏലിയാവിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുക, ഒരുമിച്ച് ചിന്തിക്കാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിക്കണം. 17-ാം അധ്യായത്തിനകത്താണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിനകത്താണ് നമുക്ക് ഏലിയാവിനെ കാണുവാൻ കഴിയുന്നത്. ആ സമയത്തെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങൾ അടങ്ങിയ രാജ്യം ഭരിക്കുന്നത് ആഹാബ് എന്ന് പറയുന്ന രാജാവാണ്. അവന്റെ മറ്റ് രാജാക്കന്മാരെക്കാൾ അധികമായിട്ട് യഹോവയ്ക്ക് അനിഷ്ടം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ദൈവ സാന്നിധ്യം ആ ദേശത്തുനിന്ന് പോകത്തക്കവണ്ണം അവൻ വീണ്ടും ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തു. അത് സീദോന്റെ രാജാവായിരുന്ന യെതുബാലിന്റെ മകളായ ഇസബേലിനെ പോയി എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായി ഇണയില്ലപ്പട കൂടരുത്, ജാതികളോട് ഇടകലരുത് എന്നുള്ള വചനങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സീദോൻ എന്ന് പറയുന്ന ജാതീയ രാജ്യത്ത് ഒരു അമ്പലത്തിലെ പൂജാരിയായി പിന്നീട് രാജാവായി മാറിയ യെതുബാൽ എന്ന് പറയുന്ന ഒരു ജാതീയ മനുഷ്യന്റെ മകളെ, അല്ലെങ്കിൽ ബാലിനെയും അശേരയും സേവിക്കുന്ന, വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെങ്കൊച്ചനെ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. അവളെ വിവാഹം കഴിച്ച് അവളെ കൊണ്ടുവന്നപ്പോൾ അവളുടെ ദേവന്മാരെയും എന്ത് ചെയ്തു? ഈ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തെ മാത്രം ആരാധിക്കുന്ന സത്യനമസ്കാരിക പിതാവായ ദൈവത്തെ മാത്രം ആരാധിക്കേണ്ട ദൈവമക്കൾ, അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്, വീട് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴിൽ സമുദ്രത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നീ പ്രമാണങ്ങൾ കൈമുതലായിട്ടുള്ള ഇസ്രായേൽ മക്കൾ, അല്ലെങ്കിൽ ഈ ആഹാബ് രാജാവ്, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം ഇപ്പോൾ ബാലിനെയും അശേരയുടെയും പ്രതിഷ്ഠകൾ കൊണ്ടുവന്ന് ഇസ്രായേലിൽ നാട്ടി ആരാധന ആരംഭിച്ചു. ഇത് ദൈവസാന്നിധ്യം പൂർണ്ണമായി, അല്ലെങ്കിൽ ദൈവം ആ ഇസ്രായേലിൽ നിന്ന് പൂർണ്ണമായി മാറുവാനുള്ള മുഖാന്തരമായി മാറിയെന്ന് 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ രാജ്യം മുഴുവൻ ഇസ്രായേൽ കൊണ്ടുവന്ന അന്യ ദൈവങ്ങളായ ബാലിനെയും അശേരയെയും ആരാധിക്കുന്ന ഒരു കാലഘട്ടം. സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവൾ ആ ദൈവത്തെ വിട്ട് ബാലിനെയും അശേരയെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ കൊട്ടാരത്തിൽ ബാലിന്റെ പ്രവാചകന്മാരായ 480-ഉം അശേരയുടെ പ്രവാചകന്മാരായ 400 പ്രവാചകന്മാരും പ്രവചിച്ച് ബാലിനെ ആരാധിക്കുവാൻ ആരാധനയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന ദൂതുകൾ പറയുന്ന ഒരു കാലഘട്ടം.
അതുമാത്രമല്ല, സത്യദൈവത്തിന്റെ പ്രവാചകന്മാരെ ഇസ്രായേലിന്റെ കിങ്കരന്മാര് കൊണ്ടുപോയി കൊന്ന് അവരെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം. ബാക്കിയുള്ളവർ എവിടെയാണെന്നറിയാതെ പലയിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് ബാലിനെ ആരാധിക്കുന്നത്? ബാലിനെ ആരാധിക്കുന്നത് ബാല ഇടിമുഴക്കത്തിന്റെ ദൈവമാണെന്നാണ് അറിയപ്പെടുന്നത്. മഴ പെയ്യിപ്പിക്കുന്ന ദൈവമാണെന്നാണ് അറിയപ്പെടുന്നത്. സമൃദ്ധി കൊടുക്കുന്ന ദൈവമാണെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് സമൃദ്ധി തരുന്ന ദൈവത്തിന്റെ പുറകെ എന്ത് ചെയ്തു? ജനത്തെ കൊണ്ടുപോയി. ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരെല്ലാം വിളിച്ചു പറയുന്നത് സമൃദ്ധിയുടെ ദൂത. ആ കാലഘട്ടത്തിലെ ബാലിന്റെ പ്രവാചകന്മാരും അശ്വരയുടെ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് സമൃദ്ധി വേണോ? നിങ്ങൾ ആരുടെ പുറകെ പോ? ആരെ ആരാധിക്ക്? ബാലിനെ ആരാധിക്കുക. കാരണം ബാല ഇടിമുഴക്കത്തിന്റെ ദൈവമാണ്, മഴ തരുന്ന ദൈവമാണ്, ഭൂമിയിൽ വിളവ് തരുന്ന ദൈവമാണ്, സമൃദ്ധി തരുന്ന ദൈവമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവദാസന്മാരെന്ന് പേരുള്ള പലരും ഹല്ലേലൂയ പല ദൂതുകളിൽ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ നിങ്ങൾ യേശുവിനെ സേവിക്ക്, നിങ്ങൾക്ക് എന്ത് ലഭിക്കും? സമൃദ്ധി. സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷം. അതാണ് പൗലോസ് പറയുന്നത്, മറ്റൊരു സുവിശേഷം, മറ്റൊരു ക്രിസ്തു. അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗ്ഗരാജ്യം അവകാശമാക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പുത്രന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് സമൃദ്ധി മാത്രം, കഷ്ടത ശാപമാണ്, സമൃദ്ധിയാണ് നമ്മുടെ ലക്ഷണമെന്ന് പറയുന്നത് ബാലിന്റെ പ്രവാചകന്മാരുടെ ദൂത. അങ്ങനെ ദേശം മുഴുവൻ ബാലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് 17-ാം അധ്യായത്തിൽ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവനൊരു പാസ്റ്ററുടെ മകനായിട്ടല്ല അവിടെ വരുന്നത്, ഏതെങ്കിലും സംഘടനയുടെ വ്യക്തമായിട്ടല്ല വരുന്നത്, ഒരു സഭയുടെ പാസ്റ്ററായിട്ടും അല്ല വരുന്നത്. അവൻ എവിടെ നിന്ന് വന്നു എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്. പക്ഷെ അവൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ വാക്കുകളല്ല, ദൈവത്തിന്റെ വാക്കുകളാണ്. എന്താണ് അവൻ പറയുന്നത്? ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്ന് പറയുന്നത്, ഇനി ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ആ പശ്ചാത്തലം എന്താണ്? ബാല് മഴ പെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ, മഞ്ഞും മഴയും ബാല് പെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജനം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളിയാണ്. ആർക്കെതിരെ? ആഹാബിനെതിരെ അല്ല, ബാലിനെതിരെ. മനസ്സിലാക്കണം. ഇനിയാണ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. ഇത് പറഞ്ഞു, ഇത് പറയാനുള്ള ധൈര്യം ഇവന് എവിടുന്ന് കിട്ടി? ഇതെന്തുകൊണ്ട് ഇവൻ പറഞ്ഞു എന്ന്, ഇത് പറയാനുള്ള പിൻപിലെ ചേതോവികാരം എന്താണെന്ന് യാക്കോബ് അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അടുത്തത് 3 സംവത്സരവും 6 മാസവും. ശ്രദ്ധിക്കണം, നീ ഇങ്ങോട്ട് നോക്കിയാട്ടെ. അപ്പൊ ഇത് പറയുന്നതിന്റെ പിൻപിൽ പ്രാർത്ഥനയുടെ ഒരു ബലമുണ്ട്. ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതുവരെ നിങ്ങൾ ഏലിയാവിനെ കണ്ടിട്ടില്ല. ഏലിയ ഒരു സുപ്രഭാതത്തിൽ വന്ന് അല്ലെങ്കിൽ ദൂത് വിളിച്ചു പറയുകയല്ല. കുറെ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് എന്ത് ചെയ്യുക? ബന്ധം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ദൈവവുമായി ബന്ധം സ്ഥാപിച്ചവനാണ് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ശബ്ദമായി മാറുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയുള്ള ദൈവപ്രവർത്തികളെ കുറിച്ചാണ്. അതാണ് എനിക്ക് തന്നിരിക്കുന്ന ദൂത്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയുള്ള ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കും. ഇതാ ഈ പ്രാർത്ഥനയുടെ പിൻബലം മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഭയുടെയോ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ അപ്പൻ പാസ്റ്ററോ അങ്ങനെ ഒരു പിൻബലവും ഇല്ലാത്ത ഒരുവൻ ദൈവത്തിന്റെ ശബ്ദമായി കൊട്ടാരത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ അതിന് പിൻപിൽ പുസ്തകം പറയുന്നു പ്രാർത്ഥനയുടെ പിൻബലം മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രാർത്ഥനയുടെ പിൻബലമുള്ളവൻ ദൈവത്തിന്റെ ശബ്ദമായി മാറി. നോക്കിയാട്ടെ, ആ കൊട്ടാരത്തിൽ വന്നു പറഞ്ഞു, ഇനി ഞാൻ പറയാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും എന്ന് ചോദിച്ചില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു അഹങ്കാരത്തിന്റെ വാക്കായിട്ട് എന്തോ തോന്നും. ഇനി ഞാൻ പറഞ്ഞല്ല, കണ്ടോ? ഓ, പക്ഷേ ഇത് അവന്റെ വാക്കല്ല, അവനെ അയച്ചവന്റെ വാക്കാ. ദൈവത്തിലെ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അഭിഷേകമുള്ളവന്റെ വാക്കുകൾ പലർക്കും അഹങ്കാരത്തിന്റെ വാക്കുകളായി തോന്നിയാലും അല്ല, ആത്മാവുള്ളവന് മനസ്സിലാകും ഇത് അഹങ്കാരത്തിന്റെ വാക്കല്ല, ഇത് അഭിഷേകത്തിന്റെ വാക്കാണ്. നമുക്ക് ഉദാഹരണമായി എടുത്താൽ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത 80-ൽ പരം വയസ്സുള്ള മോശ എന്ന് പറയുന്ന വിക്കനായ മനുഷ്യൻ ഒരു ഉണങ്ങിയ വടിയുടെ ബലത്തിൽ ആദ്യം ഫറവോന്റെ കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞത്, എന്റെ ജനത്തെ കണ്ടോ,
അവൻ എന്ത് അധികാരമുണ്ട്? നമുക്കിവിടെ ചോദിക്കാം, എന്ത് അധികാരമുണ്ട് എന്റെ ജനമെന്ന് പറയാൻ? കുഞ്ഞെ, എന്റെ ജനമെന്ന് പറയാൻ കാര്യം പിൻപിൽ വേറൊരുവന്റെ പിൻബലമുണ്ട്. വേറൊരുവന് വേണ്ടിയാണ് അവൻ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ദാവീദ് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന് മുമ്പിൽ വന്ന് പറയുന്നത്, ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുന്ന അഗ്രചർമ്മിയായ ഫെലിസ്ത്യനെ ഇന്ന് ഞാൻ കൊല്ലും, ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് പിന്നീട്, നീ അമ്പും വില്ലുമായി വരുന്നു, ഞാനോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. അപ്പോ വേറൊരുവന്റെ പിൻബലം ഉണ്ട്. അഭിഷേകമുള്ളവന്റെ പിൻപിൽ വേറൊരുവന്റെ പിൻബലമുണ്ട്. അത് സ്വർഗത്തിലെ തമ്പുരാന്റെ പിൻബലമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ഇന്നത്തെ ആളുകളൊക്കെ പറഞ്ഞത് അഹങ്കാരമുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടാ, അല്ലെങ്കിൽ സൗമ്യതയോടെ തന്നെ സംസാരിച്ചതാ. കുഞ്ഞെ, അഭിഷേകമുള്ളവന്റെ സൗമ്യത ഇതാ. ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്യുക, സംസാരിക്കുക, ദൈവത്തിന്റെ നാവായി മാറുക. എന്റെ വിഷയം അതല്ല. ഇവിടെ കൊട്ടാരത്തിൽ വന്നത് പറഞ്ഞു, ഇതൊരു ഡിസ്ട്രിക്ട് പാസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ നേതാവോ വേണ്ട, ഏതെങ്കിലും ഒരു സഭയുടെ പാസ്റ്ററോ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആഹാബന്ധം ഇതിനെ അതൊന്ന് ഗവനിച്ചതന്നെ. പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാക്കുവോ? അത് മാത്രമല്ല, ബാലാണ് ദൈവമെന്നും ബാല് മഴവയ്ക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വന്ന് പറഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാക്കുമോ? ഒന്നും പറഞ്ഞില്ല. ഏലിയാവ് അവിടുന്ന് ഇറങ്ങി. ആഹാബ് മൈൻഡ് ചെയ്തില്ല. ഏലിയാവ് ഇറങ്ങിയപ്പോൾ പുസ്തകം പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് അവനുണ്ടായി. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ വേറൊരുവന് വേണ്ടിയാണ് ഇവൻ സംസാരിച്ചെന്ന്. ദൈവത്തിന്റെ അരുളപ്പാട് അവനുണ്ടായി, നീ ഇവിടെ നിന്ന് കെരീത്ത് തോട്ടിന്റെ അരികിലേക്ക് ചെയ്യണം, പോണം. ആ സ്ഥലത്തിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തവിടെ. ഏത് സ്ഥലമാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാ കൊടുത്തിട്ടുണ്ട് 17-ാം അധ്യായത്തിൽ. വായിച്ചാട്ടെ. രണ്ടാം വാക്യം, പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിലേക്ക് ഒളിച്ചിരിക്കണം. കണ്ടോ, സ്ഥലം പറഞ്ഞു കൊടുക്കുകയാ. ശ്രദ്ധിക്കണമേ, ദൈവം ഇതിൽ നടത്തണം. പ്രാർത്ഥിക്കുന്നവനെ നടത്തുവാൻ ഒരുവനുണ്ട്. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്നെ നീ എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവനെ നടത്താൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ കരം വേണ്ട. പ്രാർത്ഥിക്കുന്നവനെ നടത്തുന്നത് തമ്പുരാന്റെ കരമാണ്. നോക്കിയാട്ടെ, അഡ്രസ് പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിനെ കണ്ടോ? ഒരു പ്രവാചകനെ അയച്ചല്ല അവരോട് സംസാരിക്കുന്നത്, നേരിട്ട്. പ്രാർത്ഥിക്കുന്നവരോട് ദൈവം നേരിട്ട് സംസാരിക്കും. എന്താ സംസാരിച്ചത്? സ്ഥലം പറഞ്ഞു കൊടുക്കുകയാ, വഴി പറഞ്ഞു കൊടുക്കുകയാ, ഇരിക്കേണ്ട ഇടം പറഞ്ഞു കൊടുക്കുക, ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുകയാ. ഇന്ന് പകൽക്കാലമായി ഇതിന്റെ ആഴം എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്. അവിടെ പോയി നീ ഇരിക്കെ, കെരീത്ത് തോട്ടിൽ അവിടെ പോയിരിക്കണം. എന്നിട്ട് ആ കെരീത്ത് തോട്ടിൽ നീ വെള്ളം എന്ത് ചെയ്യണം? കുടിക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഭക്ഷണം എത്തിച്ചു തരും. ആ, കണ്ടോ ദൈവത്തിന്റെ പൈതലേ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ടോ? ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്നവനെ നടത്തുന്നത് ദൈവമാണ്. അയ്യോ, എങ്ങനെ അറിയാം പ്രാർത്ഥിക്കുന്നവനാന്ന്? യാക്കോബ് പറഞ്ഞല്ലോ, ഇവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു എന്ന്. അപ്പോ ഇവൻ പ്രാർത്ഥിക്കുന്നവനാണ്. നമ്പർ 1, പ്രാർത്ഥിക്കുന്നവനെ നടത്തുന്നത് ദൈവമാണ്. 2, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കരുതുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ കരുതൽ കണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ അനുസരിച്ച് കെരീത്ത് തോട്ടിൽ അവിടെ പോയിരുന്നു, വെള്ളം കുടിച്ചു. സമയമായപ്പോൾ ഹല്ലേലൂയ, കാക്ക വന്നു അപ്പവുമായിട്ട്. രാവും പകലും, രാവിലെയും വൈകിട്ടും കാക്ക വന്നു അപ്പവുമായിട്ട്. ഓ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കരുതുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പൊ ദൈവത്തിലെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി തമ്പുരാൻ കരുതിയാൽ ഈ ലോകത്തിലെ ആരും കണ്ണുകളിച്ചിട്ട് കാര്യമില്ല. ആ കരുതൽ സ്വർഗീയ കരുതലാ. എനിക്ക് വലിയ സന്തോഷപ്പെട്ട വാക്ക് കേട്ടപ്പോൾ. പ്രാർത്ഥിക്കുന്നവരോടുള്ള കരുതൽ അവൻ പോലും ചിന്തിക്കാത്ത വഴിയിലൂടെയാ. ഇന്ന് പകൽ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പറയട്ടെ, നീ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ദൈവവുമായി ബന്ധമുള്ളവനാണെങ്കിൽ, നീ പോകേണ്ടുന്ന വഴി അവൻ നിനക്ക് പറഞ്ഞു തരുമെന്ന് മാത്രമല്ല, നിനക്ക് വേണ്ടി അവൻ നന്മ കരുതി വെച്ചിരിക്കുന്ന ദൈവമാണ്. എങ്ങനെ ആയിത്തീരുമെന്നും അവൻ ചിന്തിക്കേണ്ട, അവനെ കുറിച്ച് ആരും ഒന്നും ചെയ്യണ്ട, ചിന്തിക്കണ്ട. കാരണം അവന് വേണ്ടിയുള്ള കരുതൽ ഇവിടുത്തുകാർക്ക് തടയാൻ കഴിയാത്ത കരുതലാ. ഇവിടുത്തുകാർക്ക് ഒതുക്കാൻ കഴിയാത്ത കരുതലാ. ഇവിടുത്തുകാർക്ക് ആ ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലാണ് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോകുന്നത്. അത് മാത്രമല്ല, ശ്രദ്ധിക്കണം ദൈവത്തിന്റെ ദൂത് ഞാൻ പറയട്ടെ. 1, പ്രാർത്ഥിക്കുന്നവനോട് ദൈവം കരുതി വെച്ചിരിക്കുന്നു. അവൻ അവിടെ വെള്ളവും കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ശ്രദ്ധിക്കണമേ, ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ഇന്ന് പകൽക്കാലം രാത്രിക്കാലം രണ്ടാമത്തെ ദൂത് പറയാം, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് പോലെ
പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവം അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന കാഴ്ച കണ്ടോ? ഏലിയാവ് കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞത് ദൈവം എന്തോ ചെയ്തു? കേട്ടു. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് ദൈവം എന്തോ ചെയ്യും? മനസ്സിലാക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെ പറയാവൂ? വിശ്വാസത്തിന്റെ വാക്കേ എന്തോ ചെയ്യാവൂ? പറയാവൂ. പ്രാർത്ഥിക്കുന്നവൻ വിടുതലിന്റെ വാക്കേ പറയാവൂ. കാര്യം എന്താ? ആ വാക്ക് കേൾക്കുന്ന ഒരു സ്വർഗം ഉണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആ തമ്പുരാന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ നിരാശയുടെ വാക്ക് പറയരുത്. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നെഗറ്റീവായി നീ സംസാരിക്കരുത്. നീ ദൈവത്തിന്റെ ശബ്ദമായി മാറുമ്പോൾ, വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ, വിടുതലിന്റെ വാക്ക് പറയുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം കാതോർത്തിരിക്കുകയാ. തന്റെ കുഞ്ഞിന് വേണ്ടി അതുപോലെ പ്രവർത്തിക്കുവാൻ. ആഹാബ് കേട്ടില്ല, പക്ഷെ സ്വർഗം എന്തോ ചെയ്തു? കേട്ടു. ജനം കേട്ടില്ല, പക്ഷെ ദൈവം എന്തോ ചെയ്തു? അവനെ അയച്ചവൻ കേട്ടു. അവൻ ആരുമായോ ബന്ധപ്പെട്ട് വന്നോ, അവൻ കേട്ടു. അവൻ അന്ന് മുതൽ അവന്റെ പ്രവൃത്തി എന്തോ ചെയ്തു? ഇന്ന് രാത്രികാലം പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ പറയുന്ന വാക്കിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്നും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കരുതുക മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവനെ വഴി നടത്തുക മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവൻ എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ മഴ നിന്നു, മഞ്ഞുഭൂമിയിൽ പെയ്തില്ല. ദേശം മൊത്തം വരൾച്ച വരാൻ തുടങ്ങി, വെള്ളമില്ല. പ്രവാചകന്മാർ ജനത്തെ എന്തോ ഇത് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു, ബാലിന്റെ ആരാധനയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ബാല് പ്രവർത്തിച്ചില്ല. കാരണം എന്താ? സ്വർഗം തമ്പുരാൻ അടച്ചാൽ ബാലല്ല ഈ ലോകത്തിലെ ഒരു ദേവന്മാർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. തമ്പുരാൻ സ്വർഗം അടച്ചു, ദേശത്ത് മുഴുവൻ പ്രശ്നമായി. അപ്പോൾ ശ്രദ്ധിക്കണമേ, അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആഹാബ് ആരെ അന്വേഷിച്ചു? അഡ്രസ് ഇല്ലാത്ത ഏലിയാവിനെ അന്വേഷിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൂത് പറയാം, പ്രാർത്ഥിക്കുന്നവനെ ആദ്യം അവഗണിച്ചാലും പിന്നീട് അവഗണിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് പ്രാർത്ഥിക്കുന്നത് നിന്നെ കൊണ്ടുവരും. നീ ദൈവത്തിന്റെ ശബ്ദമായി മാറ്, നീ ദൈവത്തോടെ ഇടപെട്, നീ ദൈവവുമായി ബന്ധപ്പെട്, നീ ദൈവത്തിനനുസരിച്ച് പ്രവർത്തിക്ക്. ബാക്കി കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യും. ആളിനെ വിട്ടു, അവനെ അന്വേഷിക്കാൻ ആളിനെ വിട്ടു. കാര്യം എന്താ? അവൻ പറഞ്ഞതുപോലെ ഇപ്പൊ കാര്യം നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് മഴ പെയ്യാതിരുന്നത് കൊണ്ട് കെരീത്തോട് വറ്റുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് വീണ്ടും ഏലിയാവിനുണ്ടായിരുന്നാൽ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സീദോനടുത്തുള്ള സരാഫ്തയിലേക്ക് പോകുക, അവിടെ ഒരു വിധവയെ നിന്നെ കാക്കുവാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. കണ്ട ദൈവത്തിന്റെ പേരില് ഒരു തോത് വീണ്ടും ആത്മാവിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനോട് നിരന്തരം ഇടപെടുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കുന്നവനോട് ഒരിക്കൽ ഇടപെട്ടിച്ച് പിന്നെ ഇനി ഇടപെടാൻ വേണ്ടി ഉപസിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്നോട് കർത്താവ് നിരന്തരം കൊണ്ടിരിക്കും. ഇവിടെ ദൈവം ഇടപെടുകയാ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോ. എങ്ങോട്ട്? സീദോനിലോട്ട് പോ. അവിടെ ഒരു വിധവയെ ഞാൻ നല്ല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പൊ ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കല്ല, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവുണ്ട്. പ്രാർത്ഥിക്കുന്നവന് കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. നമുക്ക് ശിമിയോനോട് ചോദിക്കാം. ശിമിയോൻ എന്ന് പറഞ്ഞ പ്രായമുള്ള അപ്പച്ചനോട് ചോദിക്കാം, അപ്പച്ചനെ കുറിച്ച് എന്താ പുസ്തകം എഴുതിയിരിക്കുന്നത്? അപ്പച്ചൻ നീതിമാനാണെന്നാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് അപ്പച്ചൻ ഇസ്രായേലിന്റെ രക്ഷകന് വേണ്ടി, പരിശുദ്ധന് വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവനാണ്. അപ്പോ അവന് വേണ്ടിയല്ല, ഇസ്രായേലിന്റെ രക്ഷകന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിക്കുക. മൂന്നാമത് അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവനോടുകൂടെ. അപ്പോ അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ട നിന്നോടുകൂടെ ആരുണ്ട്? എപ്പോഴും ദൈവത്തിലെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ പറയരുത്, അവരെല്ലാം പോയി ഞാൻ ഒറ്റയ്ക്കായി ഒരിക്കലും എന്ത് ചെയ്യരുത്, പറയരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ആരുമില്ല എന്ന് ആരും പറയരുത്. പ്രാർത്ഥിക്കുന്നവരോടുകൂടെ എപ്പോഴും ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും ഒറ്റയ്ക്ക് അല്ല. നോക്കിയേട്ടെ, അരുളപ്പാടുണ്ടായി സീദോനിൽ ചെല്ലണം. അവിടെ ഒരു വിധവയെ പറഞ്ഞിട്ടുണ്ട്. വിധവയുടെ അഡ്രസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ പുസ്തകം പറയുന്നു പരിശുദ്ധാത്മാവ് നിന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുചെല്ലും. അതേ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം എടുത്തു നിന്റെ കയ്യിൽ തരും. പരിശുദ്ധാത്മാവ് കൂടെയുള്ളവൻ വാഗ്ദത്തം അന്വേഷിച്ച് നടക്കണ്ട. വാഗ്ദത്തം അവിടെയാണോ ഇവിടെയാണോ അന്വേഷിച്ച് നടക്കണ്ട. സമയമാകുമ്പോൾ നിന്നെ അവിടെ കൊണ്ടുചെല്ലും. എന്നിട്ട് വാഗ്ദത്തം എടുത്തു നിന്റെ കയ്യിൽ എന്തും. അതുമേ ആ ശിമേനെ നോക്കിയാൽ മനസ്സിലാകും. സമയമായപ്പോൾ അവന്റെ വാഗ്ദത്തം, അവന്റെ പ്രാർത്ഥനയുടെ മറുപടി സമയമായപ്പോൾ ആ ദിവസം കുഞ്ഞിനെ കൊണ്ട് ആലയത്തിൽ മറിയ വന്ന ദിവസം, അതേ ദിവസം ഈ ശിമ്യോനെ എഴുന്നേൽപ്പിച്ചു ആത്മാവ് അവിടെ കൊണ്ടുവന്നു.
അതേ ആലയത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ആരാ കൊണ്ടുവന്നത്? അവനോട് കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തന്നെ വാഗ്ദത്ത ദേശത്ത് ചെയ്യും, കൊണ്ടിയെല്ലും. അവിടെ അനേക കുഞ്ഞുങ്ങളും അമ്മയും ഉണ്ട്. പക്ഷേ അവരെ ആരെയും തപ്പിയെടുത്ത് നോക്കിയില്ല. അത് യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന് ആ കുഞ്ഞിനെ മാത്രം എടുത്തു ഉയർത്തി. കാര്യം എന്താ? ആത്മാവ് വാഗ്ദത്തം എടുത്തുന്നതിന്റെ കയ്യിൽ. വാക്കുകൾക്ക് മാറ്റമില്ല, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ഏലിയാവിനോട് ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചിലരെയൊക്കെ എന്ത് ചെയ്യും? നീ പ്രതീക്ഷിക്കാത്ത ഇടത്തായിരിക്കും മാത്രം. നീ പ്രതീക്ഷിച്ചത് ഏലിയാവേ, നീ പ്രതീക്ഷിച്ചത് ഒളിച്ചിരിക്കുന്ന ഇസ്രായേൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാർ ആരെങ്കിലും വീട്ടിലേക്കാണോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ആവാനാണ് അവരുടെ ചിന്തയിൽ സാധ്യത. പക്ഷെ ദൈവം കൊണ്ടുപോയത് ഇസബേൽ എവിടെ നിന്ന് വന്നോ? ഈ രാജ്യത്തെ ഇങ്ങനെയാക്കിയ ശത്രു ഇസബേൽ എവിടെ നിന്ന് വന്നോ? അവളുടെ ദേശത്തേക്ക്, സീദോനിലേക്ക്, അവിടെ കൊണ്ടുപോയി നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവത്തെ കണ്ടു. നീ പ്രതീക്ഷിക്കാത്ത ഇടത്തെന്തോ ചെയ്തു? നിന്നെ കൊണ്ടുപോയി ഇരുത്തുക. കാരണം അവിടെ ആരന്വേഷിക്കത്തില്ല, ആഹാബെന്തോ ചെയ്തില്ല, അന്വേഷിക്കത്തില്ല. ആഹാബിന്റെ സേവകന്മാർ ഇസ്രായേൽ മുഴുവൻ അന്വേഷിക്കും, പക്ഷേ എവിടെ അന്വേഷിക്കത്തില്ല. ഇത് തന്നെയല്ലേ ദൈവത്തിന്റെ പൈതലെ മോശയെ കാണിച്ചത്? ഏത് കൊട്ടാരത്തിൽ നിന്ന് നിനക്കെതിരെ ദൂത് വന്നോ, ഏത് കൊട്ടാരത്തിൽ നിനക്കെതിരെ കൽപ്പന വന്നോ, അതേ കൊട്ടാരത്തിന് അകത്തു നിന്നെ പാർപ്പിച്ച് സംരക്ഷിച്ച ഒരു കർത്താവല്ലേ ഈ ദൈവം. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഈ വിഷയങ്ങൾ. അവിടെ കൊണ്ടുപോയി വിധവമാർ ഒത്തിരി പേരുണ്ട്, പക്ഷെ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. കാണേണ്ട വിധവയെ മാത്രം കണ്ടു. ഹല്ലേലൂയ. അവരോട് സംസാരിച്ചപ്പോൾ എല്ലാ ക്രമീകരണവും അവിടെ തന്നെ എന്തോ ചെയ്തു ഉണ്ടായി. നോക്കിയത് ദൈവത്തിന്റെ പൈതലേ, ഈ ദേശം ഇപ്പോൾ ദൈവപ്രവർത്തിക്ക് വിധേയമായ ഇസ്രായേൽ ഇപ്പോൾ ഉണങ്ങി വരണ്ടിരിക്കുമ്പോഴും ഹല്ലേലൂയ, പുസ്തകം പറയുന്നത് സരാഫ്തയിലെ വിധവയുടെ വീട്ടിൽ അവൻ 3 വർഷം സുഖമായി അഹോവൃത്തി കഴിച്ചു. പ്രാർത്ഥിക്കുന്നവനെ കരുതുന്ന കർത്താവിനെ കണ്ടോ നിങ്ങൾ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴൊരു കാര്യം പറയാം, അയ്യോ പ്രാർത്ഥിക്കുന്നവൻ ഇസ്രായേലിൽ ഇത്രയും വലിയ അത്ഭുതം ചെയ്തവൻ. ഈ സമയത്ത് ഇസ്രായേലിൽ നിന്നായിരുന്നെങ്കിൽ അവരെ എല്ലാവരും പ്രവാചകനായിട്ട് എന്തോ ഇതിനെ കണ്ടേനെ, ഒത്തിരി ഹല്ലേലൂയ ചാൻസ് അവന് കിട്ടിയേനെ, ശുശ്രൂഷ കിട്ടിയേനെ. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഹല്ലേലൂയ ഇപ്പൊ എവിടെ നിൽക്കുകയാ? ആരും അറിയാതെ ഒരു വീട്ടിനകത്ത് ഒരു ശുശ്രൂഷയും ഇല്ലല്ലോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഇല്ല. പ്രാർത്ഥിക്കുന്നവനെ തമ്പുരാൻ എവിടെ കൊണ്ടിട്ടാലും അവിടെ ശുശ്രൂഷ വെളിപ്പെടുത്തും. എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു ദൂതമുണ്ട്. കാര്യം നമ്മൾ നോക്കിയാൽ അവൻ അഹോവൃത്തി കഴിച്ച് സുഖമായി പാർക്കുന്ന ആ വീട്ടിൽ ആ കുഞ്ഞു മരിച്ചു. മരിച്ച കുഞ്ഞിനെ ആ ദേശത്തോ അതുവരെയോ വെളിപ്പെടാത്ത ഒരു അത്ഭുതമാണ്. മരിച്ച കുഞ്ഞിനെ തൊഴുതു ജീവൻ കൊടുത്തു. അവ പ്രാർത്ഥിക്കുന്നവന്റെ ശുശ്രൂഷ എവിടെയായാലും തമ്പുരാൻ കൊയ്യും, വെളിപ്പെടുത്തും. മനസ്സിലാകുന്നവർക്കായി സ്വന്തം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നീ സ്വല്പകാലത്തേക്ക് ഒന്ന് ഒതുങ്ങിയിരിക്കേണ്ടി വന്നാൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ അവിടെ പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട് എനിക്ക് അവിടെയും ഒരു അത്ഭുതം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് വേണമെങ്കിൽ ഏലിയാവ് ഇപ്പൊ 3 വർഷമായിട്ട് ആ വീട്ടിൽ ഇരിക്കുമ്പോൾ ഏലിയാവിന് ചിന്ത ഇങ്ങനെ വരാം, ഇന്നത്തെ ഏലിയാവായിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ, കർത്താവേ ഇവിടെ എനിക്ക് ഭക്ഷണം എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല, താമസത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്റെ ശുശ്രൂഷ ഇപ്പം ഇസ്രായേലിലായിരുന്നെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞ ദൂത് അവിടെ ഫലിച്ചു, കുറച്ച് ആളുകളെങ്കിലും എന്റെ അടുക്കൽ വന്ന് ദൂതുണ്ടോ ഇതിനെ കേട്ടേനെ, ഒരു ശുശ്രൂഷയ്ക്ക് ഒരു മുൻപോട്ടവും പോക്കുമില്ലല്ലോ, നീക്കുപോക്കുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാവുന്ന ഏലിയാവേ, നീ അത് ചിന്തിക്കാതെ നീ ഇരിക്കുന്ന ഇടത്ത് നീ ചിന്തിക്കുന്നതിനപ്പുറമായ ഒരു അത്ഭുതം ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും. നീ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ ദൂതം തന്നെ ബലപ്പെടുത്തി ആ വീട്ടിൽ തന്നെ എവിടെ ഇവനെ ഇരുത്തിയോ, ആരും അഹോവൃത്തി ചെയ്തു കൊടുത്തോ, ആ വീട്ടിൽ തന്നെ അതുവരെ ആ ദേശം കാണാത്ത ഒരു അത്ഭുതം ദൈവം ചെയ്തു, അവൻ മുഖാന്തരം ചെയ്തു കൊടുത്തു. അതിനുശേഷം വീണ്ടും യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്നാൽ, അങ്ങനെയാണ് പുസ്തകം പറഞ്ഞിരിക്കുന്നത് 18-ാം അധ്യായം. വീണ്ടും യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്നാൽ, ഏറിയ സംവത്സരം കഴിഞ്ഞ 3-ാം സംവത്സരത്തിൽ എലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ എന്ത് ചെയ്യണം. കണ്ടോ ദൈവത്തിന്റെ വഴിയിലെ പ്രാർത്ഥിക്കുന്നവനോട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവനോട് നിരന്തരം ദൈവം ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. ഇവിടെ എങ്ങാനും ഏതെങ്കിലും പ്രവാചകനെ അയച്ചെന്ന് പറഞ്ഞോ? ഇല്ല. കാരണം ദൈവത്തിന്റെ പ്രവാചകന്മാരല്ല എവിടെ ഇപ്പം ഒളിച്ചിരിക്കുക.
നീ ഭാരപ്പെടണ്ട. ഇന്ന് പലരും പ്രവാചകന്മാർ വരുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് സഹിക്കാൻ വയ്യാത്ത വിഷയമാണ്. ഒരു പ്രവാചകൻ ഇപ്പൊ സംസാരിക്കുന്നില്ലൊക്കെ ചിലർ പറയാറുണ്ട്. എന്റെ കുഞ്ഞെ ഇത് കണ്ടോ, പ്രാർത്ഥിക്കുന്നവരുടെ നിരന്തര അരുളപ്പാട് അറിയിക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടോ? ആ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള എന്നും കണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് ദൈവത്തിന് ദൂത് അറിയിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് തമ്പുരാൻ ആളെ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ആളുള്ള ഇടത്ത് തമ്പുരാൻ എന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് ദൈവശബ്ദം വെളിപ്പെടും. കാരണം പ്രാർത്ഥിക്കുന്നവനോട് ബന്ധപ്പെടാതിരിക്കാൻ തമ്പുരാന് കഴിയില്ല. പ്രാർത്ഥിക്കുന്നവനെ മാനിക്കാതിരിക്കാൻ തമ്പുരാന് കഴിയില്ല. അവനെ ശുശ്രൂഷിപ്പിക്കാതിരിക്കാൻ തമ്പുരാന് കഴിയില്ല. അവന് വേണ്ടി കരുതാതിരിക്കാൻ തമ്പുരാന് കഴിയില്ല. ഈ വേദഭാഗം വായിച്ചപ്പോഴതൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ഉദുകളായിട്ട് വന്നതാണ്. തന്നെത്താൻ കാണിക്കാൻ പറഞ്ഞു. ഇവൻ അവിടുന്ന് എഴുന്നേറ്റ് ഇസ്രായേലിലേക്ക് പോകുമ്പോൾ കാണിക്കുവാനുള്ള ഒരു ക്രമീകരണം. അവിടെ നിന്ന് അനുകൂലമായിട്ട് കൊട്ടാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവനുമായി കാണുന്നു. ശ്രദ്ധിക്കണം, അവനുമായി കാണുന്നു. അവൻ പറയുന്നു, നീ എന്നെ കുറിച്ച് അവിടെ പോയി പറ. ദേശം മൊത്തം അന്വേഷിച്ച് കണ്ടില്ലല്ലോ, നീ എന്നെ കുറിച്ച് ആഹാബിനോട് പോയി പറ. അങ്ങനെ നിർബന്ധത്താൽ അവൻ ആഹാബിനോട് ചെന്ന് പറഞ്ഞു. ആഹാബ് അവനെ തിരക്കി വരികയാ. കണ്ടോ, ഒരിക്കൽ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ടും മൈൻഡ് ചെയ്യാത്ത ആഹാബ് ഇപ്പോൾ ഏലിയാവിനെ തിരക്കി. കണ്ടോ ദൈവത്തിലെ കാലങ്ങൾ മാറും. പ്രാർത്ഥിക്കുന്ന ദൈവദാസ കാലങ്ങൾ മാറും. പ്രാർത്ഥിക്കുന്ന സഹോദരിയെ കാലങ്ങൾ മാറും. നിന്നെ അവഗണിച്ചവർ നിന്നെ തേടി വരുന്ന കാലം വരും. ഇവിടെ നിങ്ങൾ വായിച്ചാട്ട് ആഹാബ് 16-ാം വാക്യം 18-16 എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അറിയിച്ചു. ആഹാബ് ഏലിയാവിനെ കാണാൻ ചെന്നു. കണ്ടോ, ആഹാബ് ഇസ്രായേലിനെ ഭരിക്കുന്ന രാജാവ് ആരെ കാണാൻ ചെന്നു? ഏലിയാവിനെ കാണാൻ ചെന്നു. ഞാൻ ചോദിക്കട്ടെ, 17-ാം അധ്യായത്തിൽ നീ അങ്ങോട്ട് ചെന്നിട്ടും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ 18-ാം അധ്യായം 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നിന്നെ തിരക്കി വരുന്നത് കണ്ടോ? ഈ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവനെ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാക്കി മാറ്റുന്ന ഒരു ദൈവമായി എന്റെ ദൈവം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എന്നിട്ട് ആഹാബ് പറയുന്ന കാര്യം കണ്ടോ? നീ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയവൻ. കണ്ടോ എന്ന് പറഞ്ഞാൽ നീ മഴയെ തടുത്തവൻ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ കാര്യം എന്തോ ചെയ്തു, സംഭവിച്ചു. എനിക്കിഷ്ടമുള്ള ഒരു ഏലിയാവിനെ അവിടെ കാണാം. ഏലിയാവ് തിരിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാനല്ല അത് നീയും നിന്റെ പിതൃഭവനവുമാ. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയത് ഇപ്പോൾ സംഭവിച്ച ഈ പ്രതികൂലത്തിന് കാരണം നീയും നിന്റെ പിതൃഭവനവുമാ. എന്നിട്ട് താഴോട്ട് എന്റെ കാര്യം പറഞ്ഞു, നീ സത്യദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നീ ബാലിനെയും അശേരയും എന്തോ ചെയ്തു, സേവിച്ചു. ഇതിലെ ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ ഈ തന്റെ ഇടം ഉണ്ടാവണം. പ്രാർത്ഥിക്കുന്നവനെ മുഖത്ത് നോക്കി കാര്യം പറയാനുള്ള തന്റെ ഇടം ഉണ്ടാകണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യമാണത്. ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ എന്തല്ല, ആദ്യ മുഖം നോക്കി കാര്യം പറയാനുള്ള തന്റെ ഇടം ഇല്ല. ദൈവത്തിന്റെ ശബ്ദമാകുന്നവൻ, അതാണ് പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുന്നത്. പഴയ പ്രവാചകന്മാരെല്ലാം മുഴുവൻ വിളിച്ചു പറഞ്ഞത് മാനസാന്തരമാണ്. അതിനുശേഷം ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, യോഹന്നാൻ സ്നാപകൻ, അവനും വിളിച്ചു പറഞ്ഞത് മാനസാന്തരമാണ്. അതിനുശേഷം വന്ന യേശുവും വിളിച്ചു പറഞ്ഞത് മാനസാന്തരമാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ ആത്മനിറവിൽ വ്യാപരിച്ച ആ അനുഭവത്തിലൂടെ അപ്പോസ്തലന്മാർ മുഴുവൻ വിളിച്ചു പറഞ്ഞത് മാനസാന്തരമാണ്. പക്ഷെ ഇവിടെ കണ്ടു, സത്യദൂത് വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു പ്രവാചകനെ നിങ്ങൾ കണ്ടു. കൊട്ടാരം ഭരിക്കുന്ന രാജാവിന്റെ മുഖത്ത് നോക്കി നീയും നിന്റെ അപ്പനുമാണ് പിതൃഭവനം, നീ നിന്റെ അപ്പനുമാണ് ഈ കാരണക്കാരെന്ന് വിളിച്ചു പറഞ്ഞതുണ്ടോ? ഞാനത് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു മർമ്മം ഞാൻ പറയാം. പെന്തക്കോസ്തിന് പറ്റിയ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് പെന്തക്കോസ് സഭയ്ക്കകത്ത് പരിജ്ഞാനക്കാരുടെ എണ്ണം കൂടി. മനസ്സിലായില്ല? നമുക്ക് നല്ല കെട്ടിടങ്ങളും AC-യും മ്യൂസിക് സിസ്റ്റവും എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ പറ്റിയ ഒരു കുഴപ്പം, പരിജ്ഞാനക്കാരുടെ എണ്ണം കൂടി. എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് കെട്ടിടങ്ങളില്ല, ഓലഷെട്ടും ചാണകം വഴിയ തറയും കയ്യിൽ ഒരു ഡ്രമ്മും അതിന്റെ ഒരു കമ്പും മാത്രം കൈമുതലായവരുടെ അടുക്കലേക്ക് ദൈവം കാലാകാലങ്ങളിൽ അതിനകത്തുനിന്നും പുറത്തുനിന്നും പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ ജനം ഭയന്നിരുന്നു. ജനത്തിന്റെ പ്രവാചകന്മാർ വരുന്നു എന്ന് കേട്ടാൽ എന്തുകൊണ്ടാണ്
ഭയമുണ്ട്, പെട്ടെന്ന് ക്രമീകരണങ്ങൾ ഉണ്ടാകും. കാര്യമെന്താ? വന്ന പ്രവാചകൻ മുഖത്ത് നോക്കി എന്തോ ചെയ്യും? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിജ്ഞാനമില്ല.